ഇന്ത്യയിൽ ഏകദേശം 700ഓളം കേസുകൾ ക്രൈസ്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്തു. എല്ലാം കള്ള കേസുകളാണ് മുഴുവനും. അതായത് നിർബന്ധിപ്പിച്ചു മതം മാറ്റി. ക്രൈസ്തവരെ പലയിടത്തും അവർക്ക് സൺഡേ കൂടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് വ്യാപകമായിട്ടുണ്ടായി. ഈ മണിപ്പൂരിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ട്രംപ് ഏറ്റെടുക്കാതിരിക്കുന്നതിന്റെ കാരണം ട്രംപും മോദിയുമായിട്ടുള്ള ഇഷ്യൂ. അല്ലെങ്കിൽ അവിടെ റിലീജിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇന്റർനാഷണലി. അപ്പൊ അവരുടെ കണക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നം. അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ട്രംപ് മോദി ബന്ധവും പ്രത്യേകിച്ച് ഫ്രാങ്ക്ലിൻ ഗ്രഹാം അദ്ദേഹത്തിന് വിസ ഡിനേ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടപടിയെടുക്കും. 2 ദിവസം മുമ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ മാർക്കോ റൂബിയോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹം ഈ സംഭവം അവരുടെ ഒരു ഓർഡറായിട്ട് നിലവിൽ കൊണ്ടുവന്നു. അതായത് നൈജീരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഗ്ലോബലായിട്ട് അങ്ങ് ചേർത്തു. ലോകത്തെവിടെയും ക്രൈസ്തവർക്കെതിരെ അറ്റാക്കോ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാനോ പറ്റിയില്ല എങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നവർക്കെതിരെ അമേരിക്കയുടെ ഫസ്റ്റ് ആക്ഷനാണ് അവരെ അമേരിക്കയിലോട്ട് കയറ്റില്ല. ഇത് ഇൻഡിവിജ്വലും അവരുമായിട്ട് ബന്ധമുള്ളവരും ആ ഓർഗനൈസേഷനാണ്. അതായത് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് അല്ല, ഇൻഡിവിജ്വലായിട്ടും അതിനെ കണക്ട് ചെയ്ത ഓർഗനൈസേഷൻ ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തത് അവരുടെ വിസ റെസ്ട്രിക്ഷനാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഫണ്ടിങ് ഉറപ്പായിട്ടും അമേരിക്കയിൽ നിന്നും RSSനും ബജറാംഗ് ഫണ്ട് വരുന്നുണ്ട് ഹ്യൂജായിട്ട്. ശരിക്കും ഇന്ത്യക്കാരുള്ള സ്ഥലമാണ്, ഇന്ത്യൻ ഹിന്ദുസ് ഉള്ള സ്ഥലമാണ്. അതായത് ഹാർഡ് കോർ ആയിട്ടുള്ള RSSനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഷിക്കാഗോയിലാണ് ലോകത്തിൽ ആദ്യം ഇന്ത്യ വിട്ട് ഹിന്ദു ഇന്റർനാഷണൽ കോൺഫറൻസ് പോലെ സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുന്നത്. അവിടെ ശരിക്കും ഹിന്ദു പ്രസൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഹിന്ദു ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്വാമിമാരുണ്ട്. ഇതൊക്കെ ഒരു പ്രോ RSS ഭരണത്തിൽ പോകുന്ന സംഭവങ്ങളാണ് അമേരിക്കയിൽ. അപ്പൊ എന്താണ് ഇപ്പൊ നടപടി പെട്ടെന്ന് എടുക്കാൻ കാരണം? ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ ഇഷ്യൂ ആണ്. പെട്ടെന്ന് മണിപ്പൂരൊക്കെ കയറി വരുമോ? മണിപ്പൂർ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ട്രംപും അമേരിക്കയും നടപടിയെടുക്കാത്തതിന്റെ കാരണം ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട, യൂറോപ്യൻ യൂണിയൻ പോലും ഇന്ത്യക്കെതിരെ മണിപ്പൂർ ഇഷ്യൂവില് യൂറോപ്യൻ യൂണിയന്റെ അകത്ത് പ്രമേയം പാസാക്കി.